തൻ്റെ ബോർഡ് ഓഫ് പീസ് വിജയകരമായെന്നും ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നതോടെ സമാധാനം ഇങ്ങനെ പൂത്തുലയാൻ പോവുകയാണെന്നും ഇനി ഘട്ടം ഘട്ടമായി ഇസ്രയേൽ ഗസ വിടുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. 3 കാര്യങ്ങളാണ്. 1, അവിടെ സമാധാനമായി. 2, ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നു. 3, ഗസയിൽ നിന്ന് ഇസ്രയേൽ ഒഴിവാകുന്നു. ഈ 3 പോയിന്റുകളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഗസയിൽ നിന്ന് ഇസ്രയേൽ ഒഴിവാകുന്നു. ആ പ്രസ്താവന ബീബിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഗസയിൽ നിന്നൊഴിവായി ഫലസ്തീനിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ഇസ്രയേലിനും ബീബിക്കും ചിന്തിക്കാനേ പറ്റത്തില്ല. ബീബി ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ട്രംപിന് ഒട്ടും ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ പ്രസ്താവനയുടെ അവസാന സ്റ്റേറ്റ്മെൻറ്റ് അത് ഏറ്റവും വലിയ ഒരു വെടലത്തരമാണ്. സ്ഥിരമായി അദ്ദേഹം അടിക്കുന്ന ഡമ്പ് പോലെ യാതൊരു ഫലവും ഉണ്ടാക്കാത്ത അർത്ഥശൂന്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണത്. അവിടെ ഹമാസ് നിരായുധീകരിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ബോർഡ് ഓഫ് പീസും സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ആ ബോർഡ് ഓഫ് പീസും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനേ ഒക്കുള്ളൂ. ഇസ്രയേൽ ഏറ്റവും ഹിംസാത്മകമായ രീതിയിൽ, സയനിസ്റ്റ് രീതിയിൽ അവിടുത്തെ വംശഹത്യ ലക്ഷ്യമിടുന്നിടത്തോളം കാലം അവർ പിന്മാറില്ല. അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോലും ആയുധങ്ങൾ കയറ്റി അയച്ചു എന്നാണ് ഇന്നലെ വാർത്ത കണ്ടത്. അതുകൊണ്ട് ട്രംപിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരർത്ഥവുമില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നു. ഹമാസ് ആയുധമെടുത്തതല്ല അവിടെ നിലനിൽക്കുന്ന ഏറ്റവും മാരകമായ സ്ഥിതി. അവിടുത്തെ ഏറ്റവും മാരകമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലുള്ള അധിനിവേശമാണ്. ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഴുവൻ ഫലസ്തീനികളെയും മാറ്റി ഒരാൾ പോലും ജീവിച്ചിരിക്കാത്ത വിധം നശിപ്പിച്ച് ആ നാട് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ സയനിസ്റ്റ് ഭീകരതയാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ട് ഹമാസ് ആയുധം ഉപേക്ഷിക്കുന്നത് കൊണ്ടോ പിന്മാറുന്നത് കൊണ്ടോ അവർക്ക് ആക്രമിക്കാനുള്ള ഒരു കാരണം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് ആ കാരണം കൂടാതെ 100 കണക്കിന് കാരണങ്ങൾ കണ്ടെത്തി അവരാക്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ സമാധാന കരാറൊക്കെ നിലനിൽക്കുമ്പോഴും അവർ ഫലസ്തീനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഫലസ്തീനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവരോരോ സ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉടമ്പടിയുടെ ഭാഗമായി ഹമാസ് അതിന് വിധേയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനിക്കുമെന്നും ഇനി അത് കണ്ട് കുറേ ആളുകൾ ഹമാസുകാരിട്ടിട്ട് പോയത് കണ്ടോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ കുറച്ച് മലയാളി പ്രേക്ഷകരുമുണ്ട്. അവരോടുകൂടിയാണ് ഇത് പറയുന്നത്. പിന്നെ അതിൽ ഒന്നാമത്തെ കാര്യം, തൻ്റെ ബോർഡ് ഓഫ് പീസിൽ സമാധാനം വരാൻ പോകുന്നു. ആ സമാധാനം വരണമെങ്കിൽ ഈ നിങ്ങളെപ്പോലെയുള്ള ട്രംപിനെപ്പോലെയും നെതന്യാഹുവിനെ പോലെയുമുള്ള രക്തരക്ഷസുകൾ, മനുഷ്യരെ കൊല്ലുന്നവർ, ലോകത്ത് സമാധാനം നശിപ്പിക്കുന്നവർ, അവർക്ക് മാനസാന്തരം സംഭവിക്കുകയോ അവർ അധികാരഭ്രഷ്ടരാവുകയോ വേണം. അല്ലാതെ ഹമാസ് ആയുധം വെച്ചതുകൊണ്ട് അവിടെ സമാധാനമൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതിൻ്റെ തെളിവ് നാളെ മുതലുള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു തർക്കവും വേണ്ട.